ഭരണമാറ്റം നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശുദ്ധികലശം നടത്തിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴും നിരവധി ആരോപണങ്ങൾ ഉയരുന്ന ഉദ്യോഗസ്ഥരെ നിലനിർത്തുകയാണ് സർക്കാർ. ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ സർക്കാരിന്റെ ഗൂഢലക്ഷ്യമെന്നാണ് വിമർശനം. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട്. വീണ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ശുദ്ധികലശമൊക്കെ നടത്താൻ ശ്രമിക്കുന്നു അത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. അപ്പോൾ പോലും ഇവർ സർക്കാർ മുഖം രക്ഷിക്കാൻ അതിന്റെ ഭാഗമായി മാത്രമാണ് ചില നടപടികൾ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടാണ് നടത്തുന്നത്. ഇതിലൊന്നും കൃത്യമായ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. എന്താണ് ഈ ഉദ്യോഗസ്ഥർ ഇത്രയധികം സർക്കാർ അങ്ങ് ചേർത്ത് നിർത്തുന്നത്? തങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമോ എന്ന ഭയം കൊണ്ടാണോ വീണ? അശ്വതി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കഴിഞ്ഞതിന് ശേഷം ദേവസ്വം ബോർഡിന്റെ ഭരണത്തെക്കുറിച്ചും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ നിലപാടുകളെക്കുറിച്ചും ഒക്കെ ഭക്തർക്കും പൊതുസമൂഹത്തിനും ഒക്കെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ പക്ഷേ ഭരണമാറ്റം കൊണ്ട് അതൊക്കെ ആ തെറ്റിദ്ധാരണകളല്ല, ജനങ്ങളുടെ ശരിയായ ധാരണകളാണ്. സർക്കാരിനാണ് അത്തരത്തിലുള്ളൊരു തെറ്റിദ്ധാരണ ധരിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഒരു ശ്രമം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഭരണമാറ്റം വരുത്തി ഇതിലൊരു ശുദ്ധികലശം നടത്തി എന്ന് വരുത്തി തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അത് ഭരണതലത്തിൽ മാത്രം, അതായത് തലപ്പത്ത് മാത്രമേ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പേഴ്സണൽ സ്റ്റാഫുകളുടെ നിയമനത്തിനടക്കം ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ഭരണസമിതിയിലെ PS പ്രശാന്തിന്റെ അടക്കമുള്ള പേഴ്സണൽ സ്റ്റാഫുകൾ ഇപ്പോഴും പുതിയ ഭരണസമിതി വന്നെങ്കിൽ പോലും ആ പേഴ്സണൽ സ്റ്റാഫുകളെ നിലനിർത്തുന്ന സമീപനമാണ്, സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാർ ഇപ്പോഴും തുടരുന്നത്. അതിനെതിരെ കടുത്തമായിട്ടുള്ള വിമർശനവും ഉയരുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാരണം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ക്ഷേത്രങ്ങളിലെ അഴിമതിയും, ദേവസ്വം ബോർഡ് ശബരിമലയിലെ മാത്രമല്ല ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ അഴിമതിയും അത്തരത്തിലുള്ള കെടുകാര്യസ്ഥതയും ഭൂമി കയ്യേറൽ അടക്കമുള്ള വാർത്തകൾ ജനം TV പരമ്പരയായി തന്നെ ചെയ്തിരുന്നു. നിരവധി ക്ഷേത്രങ്ങളിലെ വാർത്തകൾ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചതുമാണ്. അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലെ പലതരത്തിലുള്ള അഴിമതിയും കൊള്ളയും കവർച്ചയും നടത്തുന്നതിൽ വ്യക്തമായ പങ്കുള്ളവരാണ് ഇത്തരത്തിലുള്ള അതായത് ഈ പേഴ്സണൽ സ്റ്റാഫുകൾക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്, നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആരോപണ വിധേയരെ അവിടെ നിന്ന് മാറ്റേണ്ടതാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ പുതിയ പ്രസിഡന്റ് നിയമിക്കുമ്പോൾ അത് മുഴുവനായിട്ട് അഴിച്ചു പണിയുക, മുഴുവനായിട്ട് ശുദ്ധികലശം നടത്തുകയാണ് വേണ്ടത്. അതായത് അത്തരത്തിലുള്ള ഒരു പഴയ ഭരണസമിതിയുമായി ബന്ധമുള്ള ഒറ്റ വ്യക്തികളെയും ഒറ്റ ഉദ്യോഗസ്ഥരെയും നിലനിർത്താൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഭരണതലത്തിൽ മാത്രം, തലപ്പത്ത് മാത്രം പുതിയ ആളുകളെ പ്രതിഷ്ഠിക്കുകയും പഴയ പേഴ്സണൽ സ്റ്റാഫുകളെ അത്ര നിലനിർത്തുന്ന ഒരു സമീപനമാണ് സർക്കാർ സമീപിച്ചത്. അതിന് പിന്നിലുള്ള പ്രധാന കാരണം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടത്, അതായത് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് രേഖകളും ഭരണമാറ്റം നടത്തിയ ഒരു ശുദ്ധികലശമൊക്കെ പൊതുജനങ്ങളുടെ കണ്ണിൽ ഒരു പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമായി നമുക്കിതിനെ കണക്കാക്കാൻ വേണം.